നമസ്കാരം. കോഴിക്കോട് മുക്കം പീഡനക്കേസിൽ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഹോട്ടൽ ഉടമ മാമ്പറ്റം സ്വദേശി ദേവദാസിനെയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. ദേവദാസിനെ കുന്നംകുളത്ത് വെച്ചാണ് പിടിയിൽ ആയത്. ദേവദാസിനെ ബസ്സിൽ യാത്ര ചെയ്യുകയെന്ന വഴിയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാർ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇദ്ദേഹം കബളിപ്പിക്കാൻ പോലീസിനെ ശ്രമിച്ചു. കാർ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷൻ ഇട്ടിട്ട് താൻ ട്രെയിനിലാണ് യാത്ര ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം പാളുകയായിരുന്നു. കുന്നംകുളം പോലീസ് ദേവദാസിനെ മുക്കം പോലീസിന് കൈമാറിയിരിക്കുന്നു. സംഭവം നടക്കുന്നത് വൈദ്യപരിശോധനയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഈ സംഭവം ഈ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ 3 മാസമായി ജോലി ചെയ്ത് വരികയായിരുന്നു. കുട്ടിയുടെ താമസം ഈ ഹോട്ടലിന് അടുത്തുള്ള ഒരു വാടക വീട്ടിലായിരുന്നു താമസം. ആ യുവതിയുടെ ഒപ്പം മറ്റ് 2 കുട്ടികളും ഉണ്ടായിരുന്നു. ആ 2 പെൺകുട്ടികൾ കൂടെ ഇല്ല എന്ന് പ്രതികൾ 3 പേര് മനസ്സിലാക്കി. ദേവദാസും മറ്റ് 2 ജീവനക്കാരും മനസ്സിലാക്കി. ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പീഡനത്തിനായി വീട്ടിനുള്ളിലേക്ക് തള്ളിക്കയറുന്നത്. ആ പീഡന ശ്രമം ചെറുക്കുന്നതിനിടെയാണ് യുവതിക്ക് പരിക്ക് പറ്റുന്നത്. കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് യുവതി താഴെ വീഴുന്നു. നട്ടെല്ലിനും ഇത്തരത്തിൽ കൈക്കും ഉൾപ്പെടെ പരിക്ക് ഏറ്റ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് യുവതി ചികിത്സയിലുള്ളത്. അപ്പോൾ യുവതി ഇത്തരത്തിൽ പീഡനശ്രമം നടന്ന സമയത്ത് തന്നെ ഈ പ്രതികൾക്കെതിരെയും ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്നലെ കുടുംബം ആ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് കൈമാറിയത്. കുട്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രതികൾ വരുന്നതും അങ്ങനെ ഫോണിൽ റെക്കോർഡ് ആവുകയെല്ലാമാണ് ചെയ്തത്. ഇവർക്കെതിരെ ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട്. എന്തായാലും കടുത്ത ശക്തമായ നിയമം തന്നെ ഈ ക്രൂരന്മാരായ ഈ ഉടമയ്ക്കും സഹായിക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.